കേരളത്തിൽ ഈ എട്ടുനോമ്പിൻ്റെ ഒരു ചൈതന്യം വളരെ പ്രസക്തമായി തീരുന്നത് മൈസൂർ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ മലബാറിലേക്കും മലബാറിൽ നിന്ന് പതിയെ തിരുവിതാംകൂറിലേക്കും തൻ്റെ പടയോട്ടങ്ങൾ നടത്തിയ ഒരു കാലഘട്ടത്തിലാണ്. മലബാറിലുടനീളം വലിയ നാശനഷ്ടങ്ങൾ വിതച്ച് നാട്ടുരാജ്യങ്ങളെയെല്ലാം കീഴടക്കി ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിലേക്ക് പടയോട്ടം നടത്താൻ തുടങ്ങുമ്പോൾ മലബാറിലെ മതന്യൂനപക്ഷങ്ങൾക്ക്, ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും സംഭവിച്ച ദുരിതങ്ങൾ തിരിച്ചറിഞ്ഞ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സ്ത്രീകൾ ഈ മധ്യപൂർവ്വ രാജ്യങ്ങളിൽ ഇസ്ലാമിക അധിനിവേശത്തിൽ നിന്ന് രക്ഷ നേടാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹീറ നഗരത്തിലെ സ്ത്രീകൾ തുടങ്ങിവെച്ച എട്ടുനോമ്പിൻ്റെ പാരമ്പര്യത്തെ ഓർമ്മിച്ചെടുക്കുകയാണ്. അങ്ങനെ 8 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സ്ത്രീകളുടെ വലിയ പ്രാർത്ഥനയുടെ ഫലമായിട്ടെന്നവണ്ണം അത്ഭുതകരമായി ടിപ്പുവിന് മടങ്ങിപ്പോകേണ്ടതായ സാഹചര്യങ്ങൾ വരുന്നത്. യുദ്ധത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ടിപ്പു മടങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ 8 നോമ്പിന് അത് ഹീറ നഗരത്തിലെ ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ പശ്ചാത്തലത്തിലാകട്ടെ, ടിപ്പു സുൽത്താൻ നടത്തിയ രാഷ്ട്രീയവും മതപരവുമായ അധിനിവേശ ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിലാകട്ടെ വളരെയേറെ പ്രസക്തിയുണ്ട്. നമ്മളിന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിന് വേണ്ടി ഈ 8 നോമ്പ് അനുഷ്ഠിച്ച് ആചരിച്ച് ആത്മീയമായി ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്ര സംഭവങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഈ ചരിത്ര സംഭവങ്ങളെ ഓർമ്മിച്ചെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ആത്മീയ പ്രവൃത്തിയാണോ എന്നൊക്കെ സംശയിക്കുന്നവരുണ്ടാകും. തീർച്ചയായും ചരിത്രത്തെ മറക്കാതിരിക്കുന്നത്, കടന്നുപോകുന്ന വഴികളെ വിസ്മരിക്കാതിരിക്കുന്നത് ഒരു ആത്മീയ പ്രവൃത്തി തന്നെയാണ്. നമ്മൾ ആരായിരുന്നുവെന്ന്, നമ്മൾ എന്തായിരുന്നുവെന്ന്, നമ്മളുടെ പൂർവികർ കടന്നുപോയ വഴികൾ എന്തായിരുന്നുവെന്ന് തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ, അവിടെ ഇങ്ങനെ ഈ പെസഹ ആചരണത്തെക്കുറിച്ച് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ വചനം പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ മക്കൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെസഹ ആചരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഈ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ ഒന്നൊഴിയാതെ പറഞ്ഞു കൊടുക്കണം. വചനം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം, നിങ്ങളുടെ വരും തലമുറകൾക്ക് കൈമാറണം. നിങ്ങൾക്ക് സംഭവിച്ചതും നിങ്ങൾ അനുഭവിച്ചതും നിങ്ങളുടെ ദൈവാനുഭവങ്ങളും പീഡാനുഭവങ്ങളും എല്ലാം നിങ്ങൾ കൈമാറേണ്ടതുണ്ട് വരും തലമുറകൾക്ക്. കാരണം അവരുടെ ജീവിതത്തെ അവർ കെട്ടിപ്പടുക്കേണ്ടത് അവരുടെ പൂർവികരുടെ ദൈവാനുഭവത്തിലും പീഡനാനുഭവങ്ങളിൽ നിന്ന് അവർ പഠിക്കുന്ന പാഠങ്ങളിലുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചരിത്രത്തെ അനുസ്മരിക്കുന്നത് തികച്ചും സാന്ദർഭികമായ ഒരു പശ്ചാത്തലം മാത്രമല്ല അതിനുള്ളത് എന്നും നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ചരിത്രത്തെ അനുസ്മരിക്കുന്നത് നമ്മൾ കടന്നുപോകുന്ന വഴികളെ വിസ്മരിക്കാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈ ചരിത്രങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും ചരിത്രങ്ങളെ സന്ദർശിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മൾ തോന്നും നമ്മളിവിടെ ഒരു ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കുകയാണോ, നമ്മളിവിടെ ഒരു വർഗീയമായ ഒരു അജണ്ട നടപ്പിലാക്കുകയാണോ, അതോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ ചിലരെങ്കിലും വളരെ സംഘടിതമായി ആരോപിക്കുന്ന ഹിന്ദുത്വ വർഗീയതയ്ക്ക് പക്ഷം പിടിക്കുകയാണോ, ഇവിടെയുള്ള സംഘപരിവാറിൻ്റെതാണെന്നൊക്കെ പറയപ്പെടുന്ന ആശയപ്രചരണങ്ങളോട് ക്രൈസ്തവരും അറിയാതെ കീഴ്വഴങ്ങുകയാണ്? ഇങ്ങനെയുള്ള പലവിധത്തിലുള്ള സംശയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ചിന്തയിലും നമ്മളുടെ ഹൃദയത്തിലും ഒക്കെ ഉണ്ടാകാം. പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മൾ ആ രീതിയിൽ ഇതിനെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ലോകത്തെമ്പാടും നടത്തിയിട്ടുള്ള നരനായാട്ടുകൾ, വംശഹത്യകൾ, അതിക്രമങ്ങൾ, പടയോട്ടങ്ങൾ, ഇതൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചരിത്രപരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ ഓർത്തെടുക്കുന്നത് ഇന്ന് നമ്മളുടെ കൺമുൻപിൽ ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ വെറുക്കുന്നതിനോ അവരെ നമ്മളുടെ കൂട്ടായ്മകളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനോ വേണ്ടിയിട്ടല്ല. മറിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉത്ഭവിച്ച കാലം മുതൽ ഏതാണ്ട് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ട് വരെ, ഉദ്ദേശം 14-ലധികം നൂറ്റാണ്ട് കാലം ഏതാണ്ട് ഒരേ സ്വഭാവ പ്രകൃതം ലോകത്തെല്ലായിടത്തും പ്രകടിപ്പിച്ച ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്നും നമ്മളുടെ കൺമുൻപിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിൽ അത് പ്രകടമായി നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ, പാകിസ്ഥാനിൽ ക്രൈസ്തവ മതന്യൂനപക്ഷത്തിനെതിരായ ഇത്തരം ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ,
ആഫ്രിക്കൻ രാജ്യങ്ങൾ, നൈജീരിയ പോലുള്ള രാജ്യങ്ങൾ, അവിടെയൊക്കെ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട് എങ്കിൽ ഇന്നും 21-ാം നൂറ്റാണ്ടിലും ഈ തീവ്രവാദം, ഭീകരപ്രവർത്തനം അരങ്ങേറുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അദൃശ്യമായ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചരിത്രത്തെ വീണ്ടും വീണ്ടും സന്ദർശിക്കുന്നത് അതിൻ്റെ ആവർത്തനങ്ങൾ ആകസ്മികമായിട്ടല്ല നമ്മളുടെ സംസ്കാരത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലുമൊക്കെ അപകടങ്ങൾ പതിയിരിപ്പുണ്ടോ എങ്കിൽ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപകടകരമായ സന്ദർഭങ്ങളിലേക്ക് അറിയാതെ ചെന്നുപെട്ട് ജീവനും ജീവിതവും ഒരുപക്ഷെ സാമുദായികമായ ഒരു മൈത്രിയും കൂട്ടായ്മയും സമുദായത്തിൻ്റെ അസ്തിത്വം തന്നെയും ബലികഴിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതൊരു മുൻകരുതലിൻ്റെ, ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതാരെയും വെറുക്കാനും ആരെയും അകറ്റി നിർത്താനും വേണ്ടിയിട്ടുള്ള ചരിത്രത്തിൻ്റെ അയവിറക്കലല്ല, മറിച്ച് ചരിത്രം മറക്കാതിരിക്കാനും ചരിത്രം പഠിപ്പിക്കുന്ന പാഠങ്ങൾ തിരിച്ചറിഞ്ഞ് വിവേകത്തോടുകൂടി മുമ്പോട്ട് പോകാനും, അത് ക്രൈസ്തവ സമുദായത്തെ മാത്രമല്ല പൊതുസമൂഹത്തെ കൂടി അതിനുവേണ്ടി സജ്ജമാക്കാനും വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് മിസ്ബാ കൺവെൻഷൻ ക്രൈസ്തവ ജനസമൂഹങ്ങൾ വിവിധ നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ കീഴിൽ അനുഭവിച്ച പീഡനങ്ങളെ ഓർത്തെടുക്കുമ്പോൾ, അത് ഭാരതത്തിലായാലും കേരളത്തിലായാലും അത് ഭാരതത്തിന് പുറത്തുള്ള വിവിധ രാജ്യങ്ങളിലായാലും, അർമേനിയൻ ജനോസൈഡ് നമ്മൾ കണ്ടതാണ്, അങ്ങനെയുള്ള വിവിധ നാടുകളിലായാലും ക്രൈസ്തവ വിശ്വാസം പൂവിട്ട് വളർന്ന, അത് വളർന്നു വ്യാപിച്ച മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് സമ്പൂർണമായും തുടച്ചു നീക്കപ്പെട്ട സാഹചര്യം ഒക്കെ ഓർത്തെടുത്തുകൊണ്ടായാലും നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതായ ഒരു വസ്തുത, ഇതെല്ലാം നമ്മൾ അനുസ്മരിക്കുന്നത് ഇത്തരത്തിൽ ഒരു മുന്നൊരുക്കമായിട്ടാണ്. നമ്മെ തന്നെയും ഒരുപക്ഷെ പൊതുസമൂഹത്തെയും അപകടങ്ങളെ തിരിച്ചറിയാൻ സജ്ജമാക്കുന്നതിന് വേണ്ടി. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ചുള്ള 8 നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മൾ സവിശേഷമായി ചിന്തിക്കുന്നത് ആരംഭത്തിൽ സൂചിപ്പിച്ച ടിപ്പു സുൽത്താൻ്റെ പട്ടാള അധിനിവേശ ശ്രമങ്ങളെക്കുറിച്ച് ഒക്കെയാണ്. അത്തരം പട്ടാള പടയോട്ടങ്ങളും അതിനോട് അനുബന്ധമായി നടന്ന മതം മാറ്റ ശ്രമങ്ങളുമൊക്കെയാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. തീർച്ചയായും ടിപ്പു സുൽത്താൻ്റെ പടയോട്ടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 7-ാം നൂറ്റാണ്ടിൽ ഹിറ എന്ന ചെറുപട്ടണത്തിൽ ആരംഭിച്ച ഈ ഒരു ആത്മീയ അനുഷ്ഠാനം കേരളത്തിൽ പോപ്പുലർ ആകുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്താണ് ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടങ്ങളുടെ ഒരു പ്രത്യേകത? ഒരുപക്ഷെ ടിപ്പുവിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഒരല്പമാത്രമായ ചരിത്രം ഈ ദക്ഷിണേന്ത്യൻ രാജവംശങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് കർണാടക കേന്ദ്രീകൃതമായ, ഇന്നത്തെ കർണാടക കേന്ദ്രീകരിച്ചുള്ള രാജവംശങ്ങളെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടതുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കർണാടകയുടെ ഏതാണ്ട് ഒരു നല്ല ഭാഗം തന്നെ ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യം നിലനിന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്. ഹംപി കേന്ദ്രീകൃതമായി നിലനിന്നിരുന്ന ഒരു വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നു. ഈ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിരുന്നു യഥാർത്ഥത്തിൽ മൈസൂർ എന്ന് പറയുന്നത്. മൈസൂർ കേന്ദ്രമായി ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോടുകൂടി വോഡയാർ രാജാക്കന്മാരുടെ ഒരു രാജവംശം ഉദയം ചെയ്യുകയാണ്. 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഈ വിജയനഗര സാമ്രാജ്യം അതിൻ്റെ പ്രതാപകാലമെല്ലാം തീർന്ന് പതിയെ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. ആ കാലഘട്ടത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായിരുന്ന മൈസൂർ വോഡയാർ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു ചെറിയ നാട്ടുരാജ്യമായി പതിയെ പതിയെ രൂപപ്പെടുകയും വളർന്നു വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പതിയെ തമിഴ്നാട്ടിലേക്കും ഏതാണ്ട് കർണാടകയുടെ മുഴുവൻ ഭാഗങ്ങളിലേക്കും 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഏതാണ്ട് 100, 150, 200 വർഷങ്ങൾ കൊണ്ട് വ്യാപിച്ച് വലുതാകുന്നതായിട്ടാണ് ചരിത്രം പറയുക. ഇങ്ങനെ ഈ 18-ാം നൂറ്റാണ്ടാകുമ്പോഴാണ് വോഡയാർ രാജാക്കന്മാരുടെ സൈന്യത്തിൽ ഒരു സൈനികനായി ജോലി ചെയ്യുന്നതിനു വേണ്ടി ചേരുന്ന ഹൈദർ അലി എന്ന് പറയുന്ന വ്യക്തി പതിയെ വോഡയാർ രാജാക്കന്മാരുടെ ഭരണത്തെ അട്ടിമറിച്ച് അധികാരം കൈക്കലാക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതായ കുറേ വസ്തുതകളുണ്ട്. ഹൈദർ അലിയെക്കുറിച്ച് ഇന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ അത് പറയുക, മുഹമ്മദിൻ്റെ മതപ്രചരണ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന
ചില ഇസ്ലാമിക ആചാര്യന്മാരുടെ പിൻതലമുറക്കാരനാണ് ഹൈദരാലി എന്നതാണ്. അങ്ങനെ ഒരു കുടുംബം അന്ന് പ്രവാസത്തിലും അന്നത്തെ ലോകസഞ്ചാരത്തിൻ്റെയൊക്കെ ഭാഗമായി ഇന്ത്യയിൽ എത്തിച്ചേരുകയും കർണാടകത്തിൽ മൈസൂർ കേന്ദ്രീകരിച്ച് അവർ ജീവിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഒരു തൊഴിലിനു വേണ്ടി വോഡയാർ രാജാക്കന്മാരുടെ സൈന്യത്തിൽ ചേരുന്ന ആളാണ് ഈ പ്രവാചക പാരമ്പര്യത്തോട് ചേർന്ന് ജീവിക്കുന്ന, അങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടുന്ന ഹൈദരാലി എന്നാണ് ചരിത്രം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഹൈദരാലി ഒരു സാധാരണ സൈനികനായിട്ടാണ് വോഡയാർ രാജാക്കന്മാരുടെ പട്ടാളത്തിൽ ചേരുക. പക്ഷേ 1752 ഇദ്ദേഹത്തെ മൈസൂർ രാജവംശത്തിൻ്റെ ഡിണ്ടിഗൽ സൈന്യത്തിൻ്റെ തലവനായി നിയോഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൈദരാലിക്ക് സാമാന്യം നല്ല കഴിവുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പല ഭാഷകളും കേട്ടാൽ മനസ്സിലാകുമായിരുന്നു. എഴുതാനുള്ള അറിവില്ലെങ്കിലും കേട്ട് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. നല്ല ആയുധ പാടവം ഉണ്ടായിരുന്നു. കുശാഗ്രബുദ്ധിയായിരുന്നു ഹൈദരാലി എന്നാണ് നമ്മൾ കാണുക. അങ്ങനെ ഹൈദരാലി ഏതാണ്ട് 1751-52 കാലഘട്ടങ്ങളിൽ ഈ സൈന്യത്തിൻ്റെ തലവനായി തീരുന്ന ഒരു സാഹചര്യം, പതിയെ സൈനികനായി ചേർന്ന് പതിയെ ഉദ്യോഗത്തിൽ ഉയർന്ന് ഒരു സൈനിക വിഭാഗത്തിൻ്റെ തന്നെ തലവനായി തീരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുക. അങ്ങനെ ഹൈദരാലി ഈ സൈന്യത്തിൻ്റെ തലവനായിരിക്കുന്ന സന്ദർഭത്തിലാണ് പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടി വോഡയാർ രാജാക്കന്മാർക്കെതിരെ തിരിഞ്ഞ് വോഡയാർ രാജാക്കന്മാരെ കീഴടക്കി ഭരണം അട്ടിമറിച്ച് മൈസൂർ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നത് 1750-കളിൽ. അതിനെ തുടർന്ന് ഹൈദരാലിയുടെ ഭരണകാലമാണ് പിന്നീട് ഏതാനും വർഷങ്ങൾ. ഹൈദരാലിക്ക് ഒരു മകനുണ്ടാകുന്നു. ഹൈദരാലിയുടെ മകന്റെ പേരാണ് ടിപ്പു സുൽത്താൻ. ഹൈദരാലി സുൽത്താനായി ഭരിക്കുന്നു. ഹൈദരാലിയുടെ മകൻ ഹൈദരാലിയോടൊപ്പം ജീവിക്കുന്നു. ആ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള യുദ്ധങ്ങൾ 4 മൈസൂർ നടത്തുന്നുണ്ട്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4 നടക്കുന്നു. 1799 4ാമത്തെ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നതോടുകൂടി ആണ് ഈ മൈസൂർ രാജ്യത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഭരണം പിന്നീട് വീണ്ടും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്ത് അത് വോഡയാർ രാജാക്കന്മാർക്ക് നൽകുന്നത്. ഇങ്ങനെ ഹൈദരാലിയും ടിപ്പു സുൽത്താനും മൈസൂർ ഭരിച്ച കാലഘട്ടത്തിൽ മലബാറിലേക്ക് നടത്തിയ പടയോട്ടങ്ങൾ, ഏതാണ്ട് 50 വർഷക്കാലത്തെ ഭരണം മാത്രമേ ഇവർ മൈസൂർ നടത്തിയിട്ടുള്ളൂ. പക്ഷേ ആ നാളുകളിൽ ഇവർ മലബാറിലേക്കും മലബാർ വിട്ട് മുൻപോട്ട് തിരുവിതാംകൂറിലേക്കുമൊക്കെ നടത്താൻ ശ്രമിച്ചതുമായ പടയോട്ടങ്ങളിലൂടെ സംഭവിച്ച നാശനഷ്ടങ്ങൾ എന്ന് പറയുന്നത് വിവരണാതീതമാണ്. അവർ നടത്തിയ മതം മാറ്റങ്ങൾ, മതപരിവർത്തനങ്ങൾ, ബലം പ്രയോഗിച്ചുള്ള മതപരിവർത്തനങ്ങൾ എന്ന് പറയുന്നത് അസംഖ്യമാണ്. 1752 ഹൈദരാലി സൈന്യത്തിൻ്റെ സഹായത്തോടുകൂടി, പട്ടാളത്തിൻ്റെ സഹായത്തോടുകൂടി ഭരണം അട്ടിമറിച്ച് വോഡയാർ രാജാക്കന്മാരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഹൈദരാലിക്ക് മകനായി ടിപ്പു ജനിക്കുന്നത് 1750 1767 ആദ്യത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നത്. അന്ന് ടിപ്പുവിന് 17 വയസ്സാണ്. ഹൈദരാലി മൈസൂറിൻ്റെ അധികാരം ഏറ്റെടുത്തു. മൈസൂരിനെ ഒരു വലിയ സാമ്രാജ്യമാക്കി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ സമയത്താണ് ആദ്യത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നത്. 17 വയസ്സുകാരനായ ടിപ്പു ആ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. 1784 കാലഘട്ടങ്ങളിൽ നടക്കുന്ന 2ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി കൊല്ലപ്പെടുകയാണ്. അതോടുകൂടി യുദ്ധപരിചയവും ഒക്കെയുണ്ട്. ചെറുപ്പക്കാരനാണെങ്കിൽ പോലും യുദ്ധപരിചയവും ഭരണപരിചയവും ഒക്കെയുള്ള ടിപ്പു സുൽത്താനെ വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ നൽകിയാണ് ഹൈദരാലി വളർത്തിക്കൊണ്ടുവന്നത്. അധികാരം ഏറ്റെടുക്കുകയാണ്. ടിപ്പു അധികാരം ഏറ്റെടുക്കുന്നു. അങ്ങനെ അധികാരം ഏറ്റെടുക്കുന്ന ടിപ്പു സുൽത്താൻ നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ 4ാമത് നടന്ന 1799 നടന്ന 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പൂർണ്ണമായും തോറ്റ് പിൻവാങ്ങുകയും വധിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നമ്മൾ ഇതിൻ്റെ പിന്നിലെ ചില രാഷ്ട്രീയ പശ്ചാത്തലങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ ഹൈദരാലി മൈസൂറിൻ്റെ അധികാരം ഏറ്റെടുക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ദക്ഷിണേന്ത്യയിൽ മൈസൂർ എന്ന് പറയുന്ന ഒരു പ്രമുഖ രാജ്യമൊഴികെ, നാട്ടുരാജ്യമൊഴികെ ബാക്കി എല്ലാ നാട്ടുരാജ്യങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിധേയപ്പെട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടുള്ള സൗഹൃദമോ ബന്ധമോ വിധേയത്വമോ ഒക്കെ അവർ പുലർത്തിയിരുന്നു.
കപ്പം കൊടുത്ത് കമ്പനിയോട് സൗഹൃദം പുലർത്തിയിരുന്ന നാട്ടുരാജ്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. യാതൊരു വിധത്തിലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടൊരു ബന്ധം പുലർത്താൻ തയ്യാറാകാതിരുന്ന ഏക നാട്ടുരാജ്യം മൈസൂർ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ മൈസൂർ അതിൻ്റെ അധികാര സ്വാധീന മേഖലകൾ വിപുലീകരിക്കുമ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെയധികം അസ്വസ്ഥമായിരുന്നു. എങ്ങനെയും മൈസൂരിനെ കീഴടക്കണമെന്നുള്ള ഒരു താല്പര്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഉണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ബ്രിട്ടീഷുകാരെ ഒരിക്കലും രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഹൈദരാലി നടത്തിക്കൊണ്ടുമിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിക്കണമെങ്കിൽ, യുദ്ധം ചെയ്യണമെങ്കിൽ പീരങ്കികളും പടക്കോപ്പുകളും തോക്കുകളും ഒക്കെ ധാരാളം ആവശ്യമുണ്ട് എന്ന് ഹൈദരാലിക്ക് മനസ്സിലായി. പക്ഷെ ഇത് ലഭിക്കാനായി ആകെ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. ഫ്രഞ്ചുകാരിൽ നിന്നാണ്. ഫ്രഞ്ചുകാരുമായി സൗഹൃദം ഉണ്ടായിരുന്ന ഹൈദരാലിക്ക് ഫ്രഞ്ചുകാരിൽ നിന്ന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ഫ്രഞ്ചുകാരിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ പോണ്ടിച്ചേരിയിലേക്ക് പോകണം, അല്ലെങ്കിൽ മാഹിയിലേക്ക് പോകണം. മാഹി നമുക്കറിയാം മലബാറിലാണ്. ഈ മാഹിയിലേക്ക് എത്തിച്ചേരാൻ തനിക്ക് ആയുധങ്ങൾ സ്വന്തമാക്കാനും പടയോട്ടങ്ങൾ നടത്താനും ഒക്കെ എളുപ്പത്തിൽ മലബാർ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണമെന്ന ഒരാഗ്രഹം ഈ ബ്രിട്ടീഷുകാരോട് എതിരിടാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഈ ഹൈദരാലിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഹൈദരാലി ആരംഭത്തിൽ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്, ഒരു പടയോട്ടമൊക്കെ നടത്തുന്നുണ്ട്. എങ്കിൽ പോലും പൂർണ്ണമായും മലബാറിലേക്ക് കടന്നു ചെല്ലാൻ ആദ്യത്തെ ശ്രമത്തിൽ ഹൈദരാലിക്ക് സാധിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഹൈദരാലി തിരിച്ചു പോവുകയാണ്. ചെറിയ യുദ്ധങ്ങളെല്ലാം നടത്തി ചില നാട്ടുരാജാക്കന്മാരോട് സന്ധിയെല്ലാമായി ഹൈദരാലി തിരിച്ചു പോകും. പക്ഷേ ആ സമയത്ത് ഏതാണ്ട് ഹൈദരാലി അധികാരത്തിൽ വരുന്ന സമയത്ത് മലബാറിലെ കോലത്ത് നാടിൻ്റെ ഭാഗമായി കോലത്ത് നാട്ടിലെ രാജാവിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ച് അറയ്ക്കൽ രാജവംശം എന്ന് പറയുന്ന ചെറിയൊരു രാജവംശവും ചെറിയൊരു രാജ്യവുമൊക്കെയായി ജീവിച്ചിരുന്ന അറയ്ക്കൽ കൊട്ടാരത്തിലെ ആലി രാജാവ്, അദ്ദേഹത്തിന് മലബാറിൽ മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു. മലബാറിൽ തൻ്റെ അധികാരം വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആലി രാജാവ് ഇരിക്കുമ്പോഴാണ് മൈസൂരിൽ ഹൈദരാലി അധികാരം പിടിച്ചെടുത്തു എന്ന വാർത്ത ഇദ്ദേഹം അറിയുന്നത്. അങ്ങനെ ആലി രാജാവ് ഹൈദരാലിയുമായി സഖ്യത്തിലാവുകയും ഹൈദരാലിക്ക് ഇവിടെ ലോക്കൽ സപ്പോർട്ട് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാമത് സാമൂതിരിക്കെതിരായും കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരിക്കെതിരായും പാലക്കാട് രാജാക്കന്മാർക്കെതിരായും ഒക്കെ ഇടയിലുള്ള ബ്രിട്ടീഷ് കൊച്ചിയുണ്ട്, ഇങ്ങനെയുള്ള ചെറിയ നാട്ടിൽ ചിറക്കൽ രാജവംശമുണ്ട്, ഇങ്ങനെയുള്ള കോലത്ത് നാടുണ്ട്. ഈ നാട്ടുരാജാക്കന്മാർക്കെല്ലാം എതിരായി പട നയിക്കാൻ ഹൈദരാലിയെ ആലി രാജാവ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഹൈദരാലിക്ക് മലബാറിൽ പ്രാദേശികമായ സഹായം ആലി രാജാവ് നൽകുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. മലബാറിൽ കോലത്ത് നാട്ടിലെ രാജാവിൻ്റെ പക്കൽ നിന്ന് ലീസിനെടുത്ത സ്ഥലം സ്വന്തം നാട്ടുരാജ്യമാക്കി മാറ്റിയ ആലി രാജാവ് ഇവിടെ തൻ്റെ അധികാരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സമീപ രാജ്യത്തുള്ള മറ്റൊരു മുസ്ലിം ഭരണാധികാരിയുടെ സഹായം നേടുകയാണ്. ഇങ്ങനെയുള്ള സഖ്യങ്ങൾ ലോകത്തുടനീളം അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള സഖ്യങ്ങളിലൂടെയാണ് പതിയെ ഇസ്ലാമിക സാമ്രാജ്യങ്ങൾ ലോകത്തുടനീളം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് 18-ാം നൂറ്റാണ്ടിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. 19-ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന കാലഘട്ടമാകുമ്പോഴും ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഈ നാട്ടിൽ സ്ഥിരമായിട്ട് നടന്നിരുന്നു എന്ന് പത്രങ്ങളുടെയൊക്കെ എഡിറ്റോറിയലുകളിൽ, മനോരമയുടെ എഡിറ്റോറിയലുകളിൽ പോലും മാപ്പിള കലാപം 1921 മാപ്പിള കലാപത്തിന് മുൻപ് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 1890-കളിൽ ഇവിടെ മാപ്പിള ലഹളകൾ നടന്നിരുന്നു എന്നതിൻ്റെ സൂചനകളായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ ചരിത്രരേഖകൾ ഇന്നും നമുക്ക് ലഭ്യമാണ്. നോക്കുക, മൈസൂരിൽ നിന്ന് ഇങ്ങനെ ആലി രാജാവിൻ്റെ സഹായത്തോടു കൂടി മലബാറിലേക്ക് കടന്നു വരുന്ന ഹൈദരാലി, മൈസൂർ രാജാക്കന്മാർ, സുൽത്താൻമാർ, അവരിവിടെ വന്ന് ഇവിടെയുള്ള നാട്ടുരാജാക്കന്മാരോട് വലിയ രീതിയിലുള്ള കപ്പം, വലിയ സംഖ്യകൾ 12 ലക്ഷവും 2 ലക്ഷവും 15 ലക്ഷവും ആനകളുമൊക്കെയാണ് ഡിമാൻഡ് ചെയ്തത്. ഇവയൊക്കെ തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുകയില്ല. മലബാറിലെ ഏറ്റവും പ്രബലമായ ഭരണാധികാരിയായിരുന്ന സാമൂതിരിയൊന്നും ഒരിക്കലും ഇത്തരത്തിൽ മൈസൂറിന് വിധേയപ്പെടാൻ തയ്യാറായില്ല. അങ്ങനെ വലിയ യുദ്ധങ്ങളുണ്ടായി. ഈ യുദ്ധങ്ങളുടെ അവസാനം സാമൂതിരി സ്വയം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. മറ്റു നാട്ടുരാജ്യങ്ങൾ മൈസൂറിന് വിധേയമായി കീഴടങ്ങി. ഒരിക്കലും മലബാർ കണ്ടിട്ടില്ലാത്തത്ര വലിയ യുദ്ധങ്ങൾക്ക് ഹൈദരാലിക്ക് ശേഷം ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങൾ മലബാർ സാക്ഷ്യം വഹിക്കുകയാണ്. ഇവരുടെ പടയോട്ടങ്ങളിലൂടെ വലിയ കലാപങ്ങൾക്ക്. അതിന്റെ കാരണം ഇതാണ്. ഈ നാട്ടുരാജാക്കന്മാർ തമ്മിൽ കലഹിക്കുമായിരുന്നുവെങ്കിലും
അവർക്കിടയിൽ ഇത്തരത്തിലുള്ള രക്തം ചിന്തലുകളില്ല, കൊലപാതകങ്ങളില്ല. വളരെ ചെറിയ തോതിൽ മാത്രമാണ് ജീവനാശം ഈ നാട്ടുരാജാക്കന്മാരുടെ യുദ്ധങ്ങളിൽ ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ ഫ്രഞ്ചുകാരോ ഒക്കെ വിദേശികളുടെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഫോർട്ടുകളിൽ, കോട്ടകളിൽ മാത്രമാണ്. അത് തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. അവിടെയും ഈ ഉൾനാടുകളിൽ വസിക്കുന്നവർക്ക് പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ടിപ്പുവിൻ്റെയും ഹൈദരാലിയുടെയും ഒക്കെ പടയോട്ടങ്ങൾ വയനാട്ടിലൂടെ ചുരമിറങ്ങി മലബാറിലേക്ക്, കോഴിക്കോട്ടേക്ക്, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഈ സൈന്യം, ഈ പട്ടാളം കടന്നു വന്നത് അവർ നടന്നുപോയിക്കൊണ്ടിരുന്ന ചെറിയ വഴികളെയെല്ലാം വിശാലമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് പടയാളികൾ വഴിതെളിച്ച് പീരങ്കികളും കുതിരപ്പടയാളികളും ആനകളുമൊക്കെയായി വലിയ സൈന്യങ്ങളാണ് കടന്നു വന്നത്. ഈ സൈന്യങ്ങളുടെ മാർച്ച് പോലും, ഈ പട്ടാള മാർച്ച് പോലും ഉൾനാടുകളിലെ പാവപ്പെട്ട മനുഷ്യരെ ഉൾക്കിടിലം കൊള്ളിച്ചു. അങ്ങനെ കടന്നു പോകുമ്പോൾ ഇവർ സമീപ പ്രദേശങ്ങൾ കൊള്ളയടിക്കുകയും സമ്പത്തിനും ഭക്ഷണത്തിനും വേണ്ടി കൊലപാതകങ്ങളും കൊള്ളകളും പതിവാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ പല രീതിയിൽ പല പ്രാവശ്യം മലബാറിലേക്ക് ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടങ്ങളുണ്ടായി. ആരംഭത്തിൽ ആലി രാജാവ് വിളിച്ചതിൻ്റെ ഭാഗമായി വന്ന് ഈ ഇവിടെയുള്ള നാട്ടുരാജ്യങ്ങളെയൊക്കെ കീഴടക്കിയതിന് ശേഷം ഹൈദരാലി തിരിച്ചുപോയി. അപ്പം ഇവരെല്ലാം കപ്പം കൊടുക്കണമെന്നതായിരുന്നു വ്യവസ്ഥ. ഇവർക്ക് ഈ കപ്പം കൊടുക്കാൻ വിസമ്മതിച്ചതിൻ്റെയും വീണ്ടും അധികാരം പിടിച്ചെടുക്കാൻ നാട്ടുരാജാക്കന്മാർ ശ്രമിച്ചതിൻ്റെയും ഒക്കെ ഭാഗമായി ചെറിയ ചെറിയ കലാപങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. മൈസൂർ രാജാവ് മലബാറിലൊരു ദിവാനെയൊക്കെ അപ്പോയിന്റ് ചെയ്തിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഈ ദിവാനെ അനുസരിക്കാനോ അവരുടെ അധികാരത്തെ അംഗീകരിക്കാനോ നാട്ടുരാജാക്കന്മാരും അവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്നവർ സമ്മതിച്ചില്ല. അങ്ങനെ വീണ്ടും വീണ്ടും ഹൈദരാലിക്കും ടിപ്പുവിനും മലബാറിലേക്ക് വരേണ്ടി വന്നു ഈ കലാപങ്ങൾ അടിച്ചമർത്താൻ. അങ്ങനെ കലാപങ്ങൾ അടിച്ചമർത്താൻ എന്ന പേരിൽ വന്ന് നടത്തിയ പടയോട്ടങ്ങളുടെ ഭാഗമായി നിരവധി നാട്ടുരാജാക്കന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെ സൈന്യങ്ങളിൽ ഉണ്ടായിരുന്നവർ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടു. അനവധി ആളുകൾ വളരെ നിഷ്ഠൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു ചരിത്രത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് ഏതാനും ദശാബ്ദങ്ങളുടെ ഒരു ചരിത്രമാണ്. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടങ്ങളിലെല്ലാം അവരുടെ ഈ നാടുകൾ കീഴടക്കുക, ഇവിടുത്തെ സമ്പത്ത് കരസ്ഥമാക്കുക, ആ സമ്പത്ത് ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കുക, ബ്രിട്ടീഷുകാരെ എതിരിടുക. ബ്രിട്ടീഷുകാരെ എതിരിടുന്നത് എന്തിനാണ്? ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഹൈദരാലിയും ടിപ്പുവും ഒക്കെ പടനയിച്ചതെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. തീർച്ചയായും ബ്രിട്ടീഷുകാർക്കെതിരെ അവർ യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യ എന്ന സ്വതന്ത്ര രാജ്യം സ്വപ്നം കണ്ടുകൊണ്ടുള്ളതൊന്നും ആയിരുന്നില്ല. മറിച്ച് അവരുടെ രാജ്യം സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായി, അവരുടെ അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവർ യുദ്ധങ്ങൾ നടത്തി. പക്ഷേ ഇവരുടെ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിലെല്ലാം തന്നെ ആയുധങ്ങളും പട്ടാളക്കാരുമെല്ലാം ഇവർ സ്വന്തമാക്കിയത് മറ്റ് നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയും അവരെ കൊള്ളയടിച്ചുമായിരുന്നു എന്നതും നമ്മൾ മറക്കരുത്. അങ്ങനെ മലബാറിലേക്ക് നടത്തിയ പടയോട്ടങ്ങളുടെ ഒരു വലിയ പശ്ചാത്തലം, ചരിത്ര പശ്ചാത്തലം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹൈദരാലിയും ഹൈദരാലിക്ക് ശേഷം ടിപ്പു സുൽത്താനും ഒക്കെ പടയോട്ടങ്ങൾ നടത്തിയത് ബ്രിട്ടീഷുകാരെ എതിർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവർ പറയും അത് അന്നത്തെ നാട്ടുരാജാക്കന്മാരുടെ ഒരു ശൈലിയായിരുന്നു. സമീപ രാജ്യങ്ങൾ ആക്രമിക്കുക, കീഴടക്കുക, അങ്ങനെ രാജ്യവിസ്തൃതി വ്യാപിപ്പിക്കുക. ഇതൊക്കെ മാത്രമായിരുന്നു ഇത്തരം പടയോട്ടങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് ചിലപ്പോൾ നിഷ്കളങ്ക ഹൃദയരായ മനുഷ്യർ വിശ്വസിക്കാൻ ഇടയുണ്ട്. അവർക്ക് വേണ്ടി ചില തെളിവുകളും സാക്ഷിമൊഴികളും ഒന്ന് നൽകാൻ ആഗ്രഹിക്കുകയാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതെഴുതുന്നത് മുണ്ടക്കയം ഗോപി എന്ന എഴുത്തുകാരനാണ്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: മൈസൂർ രാജാവിൻ്റെ കീഴിൽ ഡിണ്ടിഗൽ കോട്ടയുടെ നായകനായിരുന്ന ഹൈദരാലി സമൃദ്ധമായ കരുനീക്കങ്ങളിലൂടെ കർണാടകയുടെ അധിപനായി. തുടർന്ന് മകൻ ടിപ്പുവും. നമ്മൾ പറഞ്ഞു വന്ന ചരിത്രം തന്നെയാണ്. ജീവിതാന്ത്യം വരെ പടയോട്ടം നടത്തിയ അപ്പനും മകനും സ്വാഭാവികമായും ഉത്തരാപഥം കീഴ്പ്പെടുത്തി ദക്ഷിണദേശത്തെത്തിയ ഇംഗ്ലീഷുകാരുമായും കൊമ്പുകോർത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് തോറ്റും പാതി രാജ്യം നഷ്ടപ്പെട്ടും 3 ആൺമക്കളിൽ 2 പേരെ ജാമ്യക്കാരായി വെള്ളക്കാർക്ക് കാഴ്ചവെച്ചും അപമാനിതനായി കഴിയുകയും ചെയ്യുമ്പോൾ പോലും സ്വന്തം നിറക്കാരും ജനിതകമായി ഒരേ കുടുംബക്കാരുമായ ദ്രാവിഡ സഹോദരന്മാർക്ക് നേരെ പടയെടുക്കാൻ ടിപ്പു മടിച്ചില്ല എന്നാണ് ചരിത്രങ്ങൾ പരിശോധിച്ച ശേഷം പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന ഗ്രന്ഥത്തിൽ
ശ്രീ മുണ്ടക്കയം ഗോപി രേഖപ്പെടുത്തി വയ്ക്കുന്നത്. രാഘവ വാര്യരും രാജൻ ഗുരുക്കളും ഇവരെയൊക്കെ കേരള സമൂഹത്തിന് നല്ല പരിചയമുണ്ട്. ചരിത്ര പണ്ഡിതരാണ്. കേരളത്തിൻ്റെ അക്കാദമിക രംഗത്തിന് വലിയ സംഭാവനകൾ ചെയ്തിരിക്കുന്ന ബുദ്ധിജീവികളാണ്. ഇവരിരുവരും ചേർന്ന് എഡിറ്റ് ചെയ്ത കേരള ചരിത്രത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗം, കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം, അവിടെ ടിപ്പുവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ചെറിയ ഭാഗം ഇങ്ങനെയാണ്: ഹൈദരാലിക്ക് ശേഷം അധികാരത്തിലേറിയ ടിപ്പു സുൽത്താൻ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. കുടിശ്ശിക പിരിക്കാനും നിലവും പറമ്പും അളന്ന് വരുമാനം കണക്കാക്കി നികുതി നിശ്ചയിക്കാനും അദ്ദേഹം ഒരുക്കങ്ങൾ ചെയ്തു. പക്ഷേ പാശ്ചാത്യ വാണിജ്യ കമ്പനികളും നാട്ടുരാജ്യങ്ങളും ടിപ്പുവിൻ്റെ പദ്ധതി തടയും എന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് മലബാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ പടയോട്ടമായി അനുഭവപ്പെട്ടു. കൊള്ളയും കൊള്ളിവെപ്പും കൂട്ടക്കൊലയും നടന്നു, കൂട്ടത്തിൽ മതം മാറ്റവും. ഈ വാചകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും ചരിത്രം എഴുതുന്നവർ ലാഘവ ബുദ്ധിയോടെ തള്ളിക്കളയുകയോ ഏതെങ്കിലും ഒരു ചെറിയ വാചകത്തിലേക്ക് ഒതുക്കുകയോ ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളാണത്. കൊള്ളയും കൊള്ളിവെപ്പും കൂട്ടക്കൊലയും നടന്നു, കൂട്ടത്തിൽ മതം മാറ്റവും. കേരള ചരിത്രം രണ്ടാം ഭാഗം എന്ന അതേ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരിടത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ടിപ്പുവിന് മുമ്പ് ഹൈദരാലി മലബാറിലെ ജനങ്ങൾക്ക് ചെയ്ത ദ്രോഹങ്ങൾ എന്തെല്ലാമാണെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നാട്ടുകാർ 1800 ഫെബ്രുവരി 2 അയച്ച ഒരു കത്തിൽ വിശദമാക്കുന്നുണ്ട്. ടിപ്പുവിൻ്റെ കാലത്തും സമാനമായ സംഭവങ്ങളാണ് അത്രേ ഉണ്ടായത്. പ്രജകളിൽ ക്രിസ്തീയ വംശക്കാരെ സമുദ്രവീതി രാജ്യങ്ങളിൽ വെച്ചേക്കയില്ല എന്നും പറഞ്ഞ് ഗോവയ്ക്കുപുറം കൊടിയാളം വരെ ഉണ്ടായിരുന്ന 70,000 ചില്ലുവാനം കുഞ്ഞിനെയും കുട്ടികളെയും പിടിച്ച് തടവിലിട്ടു, ശ്രീരംഗപട്ടണത്തേക്ക് അയക്കുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുക. നോക്കൂ, ചരിത്രം രേഖപ്പെടുത്തുന്ന ചരിത്രകാരന്മാർ എത്ര ഗൗരവ ബുദ്ധിയോടെയാണ് ഇത്തരം ചരിത്ര സംഭവങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങളോടെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇത് ഒരിടത്ത് മാത്രമല്ലേ കാണപ്പെടുകയുള്ളൂ. എത്രയോ എത്രയോ ചരിത്ര രേഖകൾ ഈ മൈസൂർ പടയോട്ടവുമായി ബന്ധപ്പെട്ട്, ടിപ്പു സുൽത്താന്റെയും ഹൈദരാലിയുടെയും പടയോട്ടങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലഭ്യമാണ്. ശ്രീരംഗപട്ടണത്ത് നിന്ന് പിന്നീട് മോചിക്കപ്പെട്ട ഇത്തരം ക്രൈസ്തവർ, ഇങ്ങനെ ശ്രീരംഗപട്ടണത്തേക്ക് അയക്കപ്പെട്ട ഈ ക്രൈസ്തവർ ഇങ്ങനെ അവിടെ നിന്ന് പിന്നീട് അവർ മോചിക്കപ്പെട്ടപ്പോൾ അവരിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വന്നത്. ബാക്കിയുള്ളവർ മൈസൂർ, ശ്രീരംഗപട്ടണം ഭാഗത്ത് ഇസ്ലാമിക വിശ്വാസം സ്വീകരിച്ച് ജീവിക്കുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കണം. ഇങ്ങനെ പടയോട്ടങ്ങൾ നടത്തിയ ഈ രാജാക്കന്മാരെ ഇന്ന് പുകഴ്ത്തുകയും അവർ മൂലം ഇവിടെ കടന്നു വന്ന വലിയ സാമൂഹിക പരിഷ്കരണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ സാമൂഹിക പരിഷ്കർത്താക്കളായിരുന്നു ഇവർ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ നിയമങ്ങളുണ്ടാക്കിയവരായിരുന്നു ഇവർ എന്നൊക്കെ പറയുമ്പോഴും അവരുടെ ചില കൽപ്പനകളിൽ ഒളിച്ചിരുന്ന മതപരമായ താല്പര്യങ്ങളെ കൂടി നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. അവരുടെ കൽപ്പനകളെ, 2 കൽപ്പനകളെ ഒന്ന് എടുത്തു കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹൈദരാലിയുടെ ഒരു കൽപ്പന ഇങ്ങനെയായിരുന്നു: ഒരു സ്ത്രീ 10 ഭർത്താക്കന്മാരെ വരെ സ്വീകരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ പതിവായിരിക്കുന്നു. നിങ്ങളുടെ സ്ത്രീകളെ ഇത്തരത്തിൽ ജീവിക്കാൻ നിർലജ്ജം നിങ്ങൾ അനുവദിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ത്യജിച്ച് സാധാരണ ആളുകളെ പോലെ ജീവിക്കുവാൻ നാം ഇതിനാൽ ആജ്ഞാപിക്കുന്നു. ഈ ആജ്ഞ അനുസരിക്കാത്ത പക്ഷം നിങ്ങളെല്ലാവരെയും ഇസ്ലാം എന്ന ബഹുമാന പദവി കൊണ്ട് ആദരിക്കുന്നതായിരിക്കും എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇത് എഴുതി വെച്ചിരിക്കുന്ന ചരിത്ര പുസ്തകം ഞാൻ റെഫർ ചെയ്തത് ശ്രീ വേലായുധൻ പണിക്കശ്ശേരിയുടെ നളന്ദ തക്ഷശില എന്ന ഗ്രന്ഥമാണ്. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചരിത്രമാണ്. ഇതൊരു കൽപ്പനയാണ്. അതായത് നായർ സ്ത്രീകളുടെ ഇവിടുത്തെ ഒരു ജീവിതശൈലി അനുസരിച്ച് അവർ കൂടുതൽ ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നത് ഒരനാചാരമായി കണ്ട് അതിനെ എതിർക്കുന്നു. തീർച്ചയായും സാമൂഹിക അനാചാരങ്ങളെ രാജാക്കന്മാർ, ഭരണകർത്താക്കൾ എതിർക്കേണ്ടതുണ്ട്. പക്ഷേ അതിന് തയ്യാറാകാത്തവർക്ക് നൽകുന്ന ശിക്ഷ എന്താണ്? അവരെ ഇസ്ലാം എന്ന ബഹുമാന പദവി കൊണ്ട് ആദരിക്കും, അവരെ മതം മാറ്റും എന്നാണ്. അതുകൊണ്ട് ഒരു ശിക്ഷയായി പോലും മതം മാറ്റത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഹൈദരാലിക്കും ടിപ്പു സുൽത്താനും സാധിച്ചിരുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലഹരി നിരോധനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കൽപ്പനയുണ്ട്. ലഹരി നിരോധനം ഉടനെ നടപ്പിലാക്കണം. എന്തുകൊണ്ടാണ് ഇവിടെ ലഹരി നിരോധിക്കുന്നത്? ലഹരി നിരോധനം അതൊരു മതപരമായ താല്പര്യത്തിന്റെ ഭാഗം കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ടിപ്പു സുൽത്താനാണ് ലഹരി നിരോധിക്കാൻ കൽപ്പിച്ചത് മലബാറിൽ.
ലഹരി നിരോധനം നടപ്പിലാക്കാൻ വിസമ്മതിക്കുന്നവരെ മതപരിവർത്തനം നടത്തുമെന്ന ഭീഷണി തന്നെയാണ് ടിപ്പു സുൽത്താനും ഉപയോഗിച്ചിരുന്നത്. പലപ്പോഴും പലരും ചർച്ച ചെയ്യുകയും ചോദിക്കുകയും ചെയ്യുന്ന ചില ചോദ്യങ്ങളാണ്: ടിപ്പു സുൽത്താന്റെ പടയോട്ടങ്ങളിൽ മതം മാറ്റം നടന്നു എന്നതിന് എന്ത് തെളിവാണുള്ളത്? അല്ലെങ്കിൽ മതം മാറ്റാൻ വേണ്ടിയായിരുന്നു ടിപ്പു സുൽത്താൻ പടയോട്ടങ്ങൾ നടത്തിയത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? പ്രസക്തമായ ചോദ്യങ്ങളാണ്. മതം മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നു ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് വന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ പശ്ചാത്തലങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ തൻ്റെ പടയോട്ടങ്ങൾക്കുള്ളിലൂടെ മതം മാറ്റത്തിൻ്റെ കിരാതമായ നടപടികൾ ഈ രാജാക്കന്മാർ സ്വീകരിച്ചിരുന്നു എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളോടെ നടന്ന പടയോട്ടമോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമോ ഇതൊന്നും ആയിരുന്നില്ല ടിപ്പുവിൻ്റെ ലക്ഷ്യമെന്ന് ടിപ്പുവിൻ്റെ തന്നെ കത്തുകളാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വേറെ ആരുമല്ല. മറ്റ് ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ടിപ്പുവിൻ്റെ തന്നെ കത്തുകളിൽ ഇതിനുള്ള തെളിവുകളുണ്ട്. ടിപ്പുവിൻ്റെ ഈ കത്തുകളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുക? ടിപ്പുവിൻ്റെ ഈ കത്തുകളെക്കുറിച്ചുള്ള ഒരു പരാമർശം നമ്മൾ വായിക്കുന്നുണ്ട്. ഇത്തരം കത്തുകളിൽ ചിലത് സർദാർ KM പണിക്കർ 58 കൊല്ലം മുമ്പ് ലണ്ടനിലെ ഇന്ത്യ ഓഫീസിൽ നിന്ന് കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് 1099 ചിങ്ങം ലക്കം 1 ഭാഷാപോഷിണിയിൽ ഒരു കത്തായി തന്നെ നൽകപ്പെട്ടിട്ടുണ്ട്. 1789 മാർച്ച് 22 കോടഞ്ചേരിയിലെ ഒരു അബ്ദുൾ ഖാദർക്ക് അയച്ച കത്താണത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ടിപ്പു സുൽത്താന്റെ കത്താണ്. അതിൽ സുൽത്താൻ ഇങ്ങനെയാണ് പറയുക: മുഹമ്മദിന്റെ സഹായത്താലും ദൈവത്തിന്റെ അനുഗ്രഹത്താലും കോഴിക്കോട്ട് ദേശത്ത് അധിവസിക്കുന്ന അവിശ്വാസികളെ ഒട്ടുമുക്കാലും നമ്മൾ ഇസ്ലാം മതത്തിൽ ചേർത്ത് കഴിഞ്ഞിരിക്കുന്നു. കൊച്ചി രാജ്യത്തിന്റെ അതിർത്തിയിൽ മാത്രം കുറെ പേർ മതം മാറാതെ കിടപ്പുണ്ട്. അവരെയും ഉടൻ തന്നെ മുഹമ്മദീയരാക്കണം എന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് മതം സംബന്ധിച്ച ഒരു യുദ്ധമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. 1788 ഡിസംബർ 14 ടിപ്പു തൻ്റെ കോഴിക്കോട് സൈന്യാധിപന്, കോഴിക്കോട് ഭാഗത്ത് സൈന്യവും സൈന്യാധിപനും ഒക്കെ ഉണ്ടായിരുന്നു. മൈസൂർ മലബാർ കീഴടക്കിയതിന് ശേഷം മലബാറിൽ ഭരണം നടത്താൻ വേണ്ടി ഒരു താൽക്കാലിക സംവിധാനമൊക്കെ ഈ മൈസൂർ രാജാക്കന്മാർക്കുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടുണ്ടായിരുന്ന സൈന്യാധിപന് ഡിസംബർ 14 1788 ടിപ്പു അയച്ച ഒരു കത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും: ഇവിടെ നിന്നും 2 അനുചരന്മാരോടുകൂടി മീർ ഹുസൈൻ അലിയെ അയച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അയാൾ താമസിയാതെ അവിടെ വന്നു ചേരും. അയാളോട് കൂടി ചേർന്ന് നിങ്ങൾ അവിശ്വാസികളെ എല്ലാവരെയും തടവുകാരാക്കുകയും കൊലപ്പെടുത്തുകയും വേണം. 20 വയസ്സിന് താഴെയുള്ള സകല പുരുഷന്മാരെയും തടവിൽ പാർപ്പിക്കണം. ശേഷമുള്ള ആളുകളിൽ 5000-ൽ കുറയാതെ ആളുകളെ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കുകയും വേണമെന്ന് ഞാൻ ആജ്ഞാപിച്ചിരിക്കുന്നു. നോക്കുക, ഈ കത്തുകളും ഈ കത്തുകളിലെ വാചകങ്ങളും എല്ലാം ടിപ്പു സുൽത്താൻ്റേത് തന്നെയാണ്. ഇതെല്ലാം ഇന്നും നമുക്ക് വായിക്കാൻ ലഭ്യമാകുന്ന ഓൺലൈൻ ഓഫ്ലൈൻ സോഴ്സുകളിൽ കാണാവുന്നതുമായ വസ്തുതകളാണ്. 1790 ജനുവരി 18 ടിപ്പു സെയ്ദ് അബ്ദുൾ ദുലായ്ക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. KM പണിക്കരുടെ ഭാഷാഭൂഷണി, മുൻപ് സൂചിപ്പിച്ച ആ ഭാഷാഭൂഷണിയിൽ തന്നെ ഇത് കാണാം. പ്രവാചകന്റെയും അള്ളാഹയുടെയും അനുഗ്രഹത്താൽ കോഴിക്കോട്ടുള്ള ഏതാണ്ട് മുഴുവൻ ഹിന്ദുക്കളെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിഞ്ഞു. കൊച്ചി രാജ്യത്തിൻ്റെ അതിരുകളിലുള്ള ഏതാനും എണ്ണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവരെ കൂടി ഉടൻ മതം മാറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യം നേടാൻ ഇതിനെ ഒരു ജിഹാദായി തന്നെ ഞാൻ കരുതുകയാണ്. നോക്കുക, ഈ ജിഹാദ് എന്ന് പറയുന്ന വാക്കുകൾക്കൊന്നും സമീപകാലത്ത് ഉരുത്തിരിഞ്ഞതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിനൊക്കെ എത്രയോ പഴക്കവും പാരമ്പര്യവുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. എല്ലാ നാട്ടുരാജ്യങ്ങളിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ വിശ്വാസത്തോടനുബന്ധമായി തന്നെ ജിഹാദും അരങ്ങേറിയിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അന്ന് ഈ ടിപ്പു ഇത് എഴുതുന്ന കാലഘട്ടത്ത് കോഴിക്കോട് ബ്രാഹ്മണരുടെ കേന്ദ്രമായിരുന്നു. കോഴിക്കോട് മാത്രമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് 7000-ഓളം നമ്പൂതിരി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 2000-ഓളവും ടിപ്പുവും സൈന്യവും ചേർന്ന് നശിപ്പിച്ച് ഇല്ലാതെയാക്കി കളഞ്ഞു. ടിപ്പു സുൽത്താൻ കുട്ടികളെയും സ്ത്രീകളെയും പോലെ വെറുതെ വിട്ടിരുന്നില്ല. അടുത്തുള്ള നാട്ടുരാജ്യങ്ങളിലേക്കോ കാടുകളിലേക്കോ ആണുങ്ങളായവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. നിർബന്ധിത മതപരിവർത്തനം മൂലം മാപ്പിളമാരുടെ എണ്ണം ടിപ്പുവിൻ്റെ കാലത്ത് വളരെ പെട്ടെന്ന് വളരെ അധികമായി വർദ്ധിച്ചു. ഹിന്ദുക്കളെ നിർബന്ധമായി ചേലാകർമ്മം ചെയ്ത് മുസൽമാന്മാരാക്കി. ടിപ്പുവിൻ്റെ അതിക്രൂരമായ ഇത്തരം നടപടികൾ മൂലം നായന്മാരുടെയും
ചേരമന്മാരുടെയും നമ്പൂതിരിമാരുടെയും എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായി എന്ന് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ ചരിത്രരേഖകളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 1955 ഡിസംബർ 25 എഴുതപ്പെട്ട ഈ ഒരു ലേഖനത്തിൽ, ആഴ്ചപ്പതിപ്പിൽ എഴുതപ്പെട്ട ലേഖനത്തിൽ നമ്മളിത് വായിക്കുകയാണ്. ടിപ്പുവിനെ കുറിച്ചുള്ള ഇത്തരം ചരിത്ര രേഖകൾ പരിശോധിക്കുന്നതിനിടയിൽ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകമാണ് സഞ്ചാരികൾ കണ്ട കേരളം എന്ന ഒരു പുസ്തകം, വേലായുധൻ പണിക്കശ്ശേരിയുടെ. ഇതിൽ ഭാരതം സന്ദർശിച്ച, കേരളം സന്ദർശിച്ച നിരവധി സഞ്ചാരികളെക്കുറിച്ചും അവരുടെ ചരിത്രരേഖകളിൽ, അവരുടെ സഞ്ചാര കുറിപ്പുകളിലൊക്കെ കേരളത്തെക്കുറിച്ചും ഭാരതത്തെക്കുറിച്ചും ഒക്കെ എഴുതപ്പെട്ട കാര്യങ്ങളുമാണ് ഇതിൽ സമാഹരിച്ചിരിക്കുന്നത്. അതിൽ 15-ാം നൂറ്റാണ്ടിൽ ഇവിടെ കേരളത്തിൽ വന്ന ഒരു വൈദികനായ ഒരു സഞ്ചാരിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പൗലിനോഡിസൻ ബർത്തലോമിയോ എന്നാണ്. ബർത്തലോമിയോ ടിപ്പു സുൽത്താൻ മലബാർ ആക്രമിച്ച് തിരുവിതാംകൂറിലേക്ക് പടയോട്ടങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ തിരുവിതാംകൂറിൽ വരാപ്പുഴയിൽ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിൽ ഈ ടിപ്പു സുൽത്താന്റെ കടന്നുവരവിനെയും പടയോട്ടങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കണ്ണിൽ കണ്ടവരെയൊക്കെ നിർദ്ദയമായി വെട്ടിക്കൊല്ലുന്നവരായ 30,000 ക്രൂരന്മാർ മുൻപിലും അതിൻ്റെ പിന്നിൽ ജനറൽ ലാലിയുടെ നേതൃത്വത്തിൽ പീരങ്കികളോടുകൂടിയ ഒരു വലിയ സംഘം തോക്കുധാരികളും മാർച്ച് ചെയ്തു. ഇതിൻ്റെ പിന്നിൽ സുൽത്താൻ ആനപ്പുറത്ത് സവാരി ചെയ്തിരുന്നു. സുൽത്താന്റെ അടുത്ത് പിന്നിലായി 30,000 ഭടന്മാരടങ്ങിയ മറ്റൊരു സേനാ വിഭാഗം കൂടി ഉണ്ടായിരുന്നു. കോഴിക്കോട്ടുകാരുടെ നേരെ പ്രവർത്തിച്ച ക്രൂരകൃത്യങ്ങൾ അതിഭയങ്കരങ്ങളായിരുന്നു. സ്ത്രീ പുരുഷന്മാരിൽ അധികം പേരെയും കഴിവിന്മേലിട്ട് അവരുടെ കഴുത്തിൽ മക്കളെ കെട്ടിത്തൂക്കി. ആ ക്രൂരനായ സുൽത്താൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും നഗ്നരാക്കി തൻ്റെ മുൻപിൽ വരുത്തിയിട്ട് അവരുടെ അവയവങ്ങൾ ആനക്കാലിൽ ചേർത്ത് കെട്ടി. അവയവങ്ങൾ ചീന്തിപ്പോകുന്നതുവരെ ആനയെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിപ്പിച്ചു. ക്രിസ്ത്യൻ പള്ളികളും ഹിന്ദു ക്ഷേത്രങ്ങളും തീവെച്ചോ പൊളിച്ചു നിരത്തിയോ ഏതുവിധമെങ്കിലും നശിപ്പിച്ചു കളയാൻ ആജ്ഞാപിച്ചു. ഹൈന്ദവ ക്രൈസ്തവ വനിതകളെ മുസ്ലിങ്ങളെ കൊണ്ട് നിർബന്ധമായി വിവാഹം കഴിപ്പിച്ചു. ഹിന്ദുക്കളുടെ ജാതി സൂചകമായ കുടുമ മുറിച്ചു കളഞ്ഞു. വഴിയിൽ കണ്ടെത്തിയ എല്ലാ ക്രിസ്ത്യാനികളും ഇസ്ലാം മതം സ്വീകരിച്ചില്ലെങ്കിൽ അവരെ തൽക്ഷണം തൂക്കിക്കൊല്ലുവാൻ കൽപ്പിച്ചു. ഇതെല്ലാം 1789 ആണ്ട് ഞാൻ വരാപ്പുഴയിൽ ഇരിക്കുമ്പോഴാണ് നടന്നത്. നിർദ്ദയനായ ഈ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു പോന്നവരായ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും നേരിട്ട് സംസാരിച്ച് സംഗതികൾ അറിയുവാൻ എനിക്കെന്ന് അവസരം ലഭിച്ചു. വരാപ്പുഴ കടന്ന് രക്ഷപ്പെടുവാനായി പലർക്കും ഞാൻ വഞ്ചികൾ അയച്ചു കൊടുത്ത് സഹായിച്ചു. ടിപ്പുവിനെ കുറിച്ച് ഇങ്ങനെ നിരവധി ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഈ ചരിത്രമൊക്കെ, ഇത്തരം ചരിത്രരേഖകളൊക്കെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടേതാണെന്നും അതുകൊണ്ട് അതൊന്നും വിശ്വാസയോഗ്യമല്ല എന്നുമാണ് ടിപ്പുപക്ഷ ചരിത്രകാരന്മാര് വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ പറയുന്നതിൽ പക്ഷെ ബഹുഭൂരിപക്ഷവും മുസ്ലിം ചരിത്രകാരന്മാരാണ് എന്നത് മറ്റൊരു വശം. ഇതൊക്കെ സമ്മതിച്ചാൽ തന്നെ ബ്രിട്ടീഷുകാരും ഹിന്ദു ചരിത്രകാരന്മാരും അല്ലാത്ത മറ്റെഴുത്തുകാരിലേക്ക്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ടിപ്പുവിനോട് ചേർന്ന് നിന്നിട്ടുള്ളവരുടെ എഴുത്തുകളോ അല്ലെങ്കിൽ അവരുടെ മറ്റ് രേഖകളോ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് അവയിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നറിയാൻ കഴിയുമല്ലോ. അത്തരത്തിലൊന്നാണ് ടിപ്പുവിൻ്റെ സഖ്യത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന, ടിപ്പുവിനെ അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഫ്രഞ്ച് സേനകളുടെ റെക്കോർഡുകളും അവരുടെ പേഴ്സണൽ ഡയറികളും. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു, ഫ്രഞ്ചുകാരുമായിട്ട് ഹൈദരാലിക്കും ടിപ്പുവിനും വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അപ്പോൾ ഇവർക്കെതിരായി ഈ ഫ്രഞ്ച് സേനയ്ക്കൊന്നും എഴുതേണ്ടതായ ആവശ്യമില്ല. 1988 പാരീസിലെ എലൈൻ ഡിലാ ടൈലെ എന്ന ഒരു വിധവ അവരുടെ വീടിൻ്റെ തട്ടിമ്പുറത്ത് നിന്ന് കണ്ടുകിട്ടിയ ഒരു വലിയ ട്രങ്ക് പെട്ടി ഉണ്ടായിരുന്നു. ഈ ട്രങ്ക് പെട്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ നിന്ന്, യൂറോപ്പിൽ നിന്നൊക്കെയുള്ള പട്ടാളക്കാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിരുന്ന, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്നിരുന്ന തരത്തിലുള്ള ഒരു ട്രങ്ക് പെട്ടിയായിരുന്നു. ആ ട്രങ്ക് പെട്ടിയിൽ നിന്ന് നിരവധി ഡയറി കുറിപ്പുകൾ ഇവർക്ക് കിട്ടി. ആ ഡയറി കുറിപ്പുകൾ ഏറെ പ്രസക്തമാണ്. ടിപ്പു സുൽത്താന്റെ സഹായിയായിരുന്ന ഈ ഫ്രഞ്ച് വനിതയുടെ തന്നെ കുടുംബത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഫ്രാങ്കോയിസ് ഫിഡിലെ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ഡയറി കുറിപ്പുകൾ ഈ ട്രങ്ക് പെട്ടിയിൽ നിന്ന് കണ്ടെത്തി. അദ്ദേഹം പഴയ ഫ്രാങ്കഫോണി ഭാഷയിൽ ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ഏകദേശം ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെയാണ്: I am disturbed by Tippu Sultan's
ട്രീറ്റ്മെന്റ് ഓഫ് ദീസ് മോസ്റ്റ് ജെന്റിൽ സോൾസ് ദ ഹിന്ദുസ്. ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ ടിപ്പു സുൽത്താൻ കൈകാര്യം ചെയ്യുന്നത് കണ്ട് ഞാൻ ആകപ്പാടെ അസ്വസ്ഥനാണ്. ഡ്യൂറിംഗ് ദ സീജ് ഓഫ് മാംഗ്ലൂർ, Tipu's soldiers daily exposed the heads of many innocent Brahmins within the sight from the fort for the Samarin and his Hindu followers to see. സാമൂതിരിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും കാണാൻ കഴിയുന്ന രീതിയിൽ നിഷ്കളങ്കരായ നിരവധി ബ്രാഹ്മണരുടെ ശിരസ്സുകൾ ടിപ്പു ദിനംതോറും ഇങ്ങനെ കുന്തത്തിൽ നാട്ടി അവിടെ നിർത്തിയിരുന്നു എന്നാണ് ഇദ്ദേഹം തൻ്റെ ഡയറിയിൽ എഴുതുന്നത്. 1799 ജനുവരി 14 ഡയറി എൻട്രി ആയിട്ട് എഴുതിയിരിക്കുന്നതാണ്. കോഴിക്കോട് വെച്ച് താൻ സാക്ഷിയായ കാര്യങ്ങളെക്കുറിച്ച് കൂടി റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. റിപ്പോർട്ടിന്റെ എഴുത്തിൽ ഡയറിയിൽ ഇങ്ങനെയാണ് കാണുക: മോസ്റ്റ് ഓഫ് ദ ഹിന്ദു മെൻ ആൻഡ് വിമൻ വയർ ഹാങ്ഡ്. ഫസ്റ്റ് മദേഴ്സ് വയർ ഹാങ്ഡ് വിത്ത് ദെയർ ചിൽഡ്രൻ ടൈഡ് ടു ദെയർ നെക്സ്. നമ്മൾ അല്പം മുമ്പ് ബർത്തലോമിയായുടെ വിവരണത്തിൽ വായിച്ചതുപോലെ തന്നെ അമ്മമാരെ അവരുടെ കഴുത്തുകളിൽ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കിയിട്ട് അമ്മമാരെ തൂക്കിക്കൊന്നു. That barbarian Tipu Sultan tied the naked Christians and Hindus to the legs of elephants and made the elephants move around till the bodies of the helpless victims were torn to pieces. Temples and churches were ordered to be burned down, desecrated and destroyed. ഇങ്ങനെ നിരവധി ചരിത്രരേഖകൾ ഫ്രഞ്ച് സൈന്യത്തിൻ്റെ തന്നെ ഭാഗമായി ടിപ്പു സുൽത്താനോടും ഹൈദരാലിയോടും ഒക്കെ ചേർന്ന് നിന്നിരുന്നവരുടെ തന്നെ സാക്ഷ്യങ്ങളായി നമുക്ക് കാണാനായിട്ട് പറ്റും. ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും നഗ്നരാക്കിയതിന് ശേഷം കാലുകൾ ആനകളോട് ചേർത്ത് കെട്ടി അവരെ വിരുദ്ധ നിശകളിലേക്ക് നടത്തി ശരീരം കീറി കൊല ചെയ്തതിൻ്റെ വിവരണം, അമ്പലങ്ങളും ദേവാലയങ്ങളും കത്തിച്ച് അശുദ്ധമാക്കിയതിൻ്റെയും വിശ്വാസികളെ നിർബന്ധമായി മതം മാറ്റിയതിൻ്റെയും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഈ റിപ്പോർട്ടിന്റെ ഡയറി കുറിപ്പുകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. റിപ്പോർട്ടിന്റെ മറ്റൊരു ഡയറി കുറിപ്പിൽ മറ്റൊരു എൻട്രിയിൽ ഇങ്ങനെയാണ് കാണുക: ടു ഷോ ഹിസ് ആർഡന്റ് ഡിവോഷൻ ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് ഫെയ്ത്ത് ഇൻ ദ മുഹമ്മദിയൻ റിലിജിയൻ, ടിപ്പു സുൽത്താൻ ഫൗണ്ട് കോഴിക്കോട് ടു ബി ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ്. കോഴിക്കോട് വാസ് ദെൻ എ സെന്റർ ഓഫ് ബ്രാഹ്മിൻസ് ആൻഡ് ഹാഡ് ഓവർ 7,000 Brahmin families living there. Over 2,000 Brahmin families perished as a result of Tipu Sultan's Islamic cruelties. He did not spare even women and children. സ്ത്രീകളെയും കുട്ടികളെയും പോലും വെറുതെ വിടാതെ സമ്പൂർണമായി ഹൈന്ദവ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട്, ഹൈന്ദവ ക്രൈസ്തവ മതവിഭാഗങ്ങളോട് ക്രൂരമായി പെരുമാറിയ ഒരു വ്യക്തിയെ ഈ ടിപ്പു സുൽത്താനിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് അനേകം പള്ളികളും അമ്പലങ്ങളും ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സാധാരണ പടയോട്ടങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ഇന്ന് ന്യായീകരിക്കപ്പെടുന്നുണ്ട്. ഏത് രാജാവും പടയോട്ടം നടത്തുമ്പോൾ ഇതെല്ലാം ആക്രമിക്കപ്പെടും എന്നെല്ലാം പറയുന്നു. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിലേക്ക് കടന്നു വന്ന ഇതര ഹിന്ദു രാജാക്കന്മാർ ദക്ഷിണേന്ത്യയിലെ അമ്പലങ്ങൾ കൊള്ളയടിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ പറയും. പക്ഷെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും മാത്രം ടിപ്പു ആക്രമിച്ചത്? അങ്ങനെ ദേവാലയങ്ങളും പള്ളികളുമൊക്കെ സമ്പത്ത് സമ്പാദിക്കപ്പെടുന്ന ഇടങ്ങളായി കണ്ട് ആക്രമിച്ച ടിപ്പു എന്തുകൊണ്ടാണ് ഇസ്ലാമിക ദേവാലയങ്ങളെ ആക്രമിക്കാതിരുന്നത്? ഇസ്ലാമിക ആരാധനാലയങ്ങളെ ടിപ്പു ഒരിക്കലും ആക്രമിച്ചതായി നമ്മൾ കാണുന്നില്ലല്ലോ. ഇസ്ലാമിക ആരാധനാലയങ്ങൾ പണിയാനും അങ്ങനെ ഇസ്ലാമിക വിശ്വാസം വ്യാപിപ്പിക്കാനും മാത്രമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ. ഇങ്ങനെയുള്ള മറുചോദ്യങ്ങൾ കൂടി ഇന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ട ഒരു വസ്തുതയാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് നശിപ്പിക്കപ്പെട്ട, ഇല്ലാതാക്കപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മറന്നു കളയാൻ പറ്റാത്ത ഒന്നാണ് കുന്നംകുളത്തുള്ള ആർത്താറ്റ് പള്ളി. ഈ ആർത്താറ്റ് പള്ളിയുടെ മുറ്റത്ത് തേക്കിൻ മരങ്ങളിലായി കെട്ടിത്തൂക്കിയ 19 നസ്രാണി യുവാക്കളുടെയും പരിശുദ്ധ മദ്ബഹായിൽ വെച്ച് കൊല ചെയ്യപ്പെട്ട ഒരു വൈദികന്റെയും ഓർമ്മ ഈ ആർത്താറ്റ് പള്ളിയിൽ എല്ലാ വർഷവും നവംബർ 14, 15 തീയതികളിൽ ആചരിക്കപ്പെടാറുണ്ട്. അതന്ന് ആർത്താറ്റ് പള്ളിയുടെ അന്നീത തിരുനാളായിട്ടാണ് ആചരിക്കാറുള്ളത്. പുലിക്കോട്ടിൽ യൗസേപ്പ് കത്തനാരായിരുന്നു, പിന്നീട് പുലിക്കോട്ടിൽ 1-ാമൻ തിരുമേനി എന്നറിയപ്പെട്ടിരുന്ന കത്തനാരായിരുന്നു അന്ന് ആർത്താറ്റ് പള്ളിയുടെ വികാരി ടിപ്പുവിൻ്റെ ഈ പടയോട്ട കാലത്ത്. ടിപ്പു സുൽത്താന്റെ പടനായകന്മാര് ആർത്താറ്റ് പള്ളിയിലേക്ക് ഇരച്ചു കയറുകയും ആർത്താറ്റ് പള്ളി തീവച്ച് നശിപ്പിക്കുകയും ചെയ്യുകയാണ്.
ആ കൃത്യമായ ആ തീയതി നമുക്ക് അറിവില്ല എങ്കിലും അത് 1789 എന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1789 ഒക്ടോബർ മാസത്തിൽ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട, അന്ന് പാലക്കാട് വഴിയാണ്, 29,000 പതാതികളോടും 10,000 കുന്തക്കാർ മുതലായവരോടും 5,000 കുതിരപ്പട്ടാളത്തോടും 20 പീരങ്കികളോടും കൂടി തെക്കോട്ടേക്ക് വന്ന് നവംബർ മാസത്തിൽ കൊച്ചി രാജ്യത്ത് കടന്നു. ഡിസംബർ മാസം 14 സുൽത്താൻ തൃശ്ശിവ പേരൂരെത്തി. അയാളുടെ അശ്വസൈന്യം തിരുവിതാംകോട്ടെ അതിർത്തിക്ക് 1 നാഴികയ്ക്കകത്തുള്ള ദേശങ്ങൾ മുഴുവൻ കൊള്ളയടിച്ചു. അതിനുള്ളിൽ കൊച്ചി തമ്പുരാന്റെ വക രാജ്യത്ത് വളരെ നാശങ്ങൾ ചെയ്ത് 24 തലക്കാട്ടിൽ പാളയമടിച്ചു. ഇത് KP പത്മനാഭമേനോന്റെ കൊച്ചി രാജ്യചരിതത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. മാതൃഭൂമി പതിപ്പ് 1989 മാതൃഭൂമി പതിപ്പിൽ ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇതിൽ നിന്നും ഡിസംബർ മാസം 14 24 ഇടയ്ക്കായിരിക്കണം ഈ ആർത്താറ്റ് പള്ളിയിലേക്കുള്ള അതിക്രമങ്ങൾ നടന്നത് എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. ആർത്താറ്റ് എന്താണ് സംഭവിച്ചത്? ടിപ്പുവിന്റെ സൈന്യം ആർത്താറ്റ് പള്ളിയിലേക്ക്, ആർത്താറ്റ് പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെ ക്രിസ്ത്യാനികളെ മുഴുവൻ മുസ്ലിം മതസ്ഥരാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അരങ്ങേറിയത്. അവർ നിർബന്ധപൂർവം മതം മാറാൻ ക്രൈസ്തവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വഴങ്ങാതെ നിന്നവരെ ടിപ്പുവിന്റെ സൈന്യം വെട്ടിവീഴ്ത്തുന്ന കാഴ്ച അവിടെ ഉണ്ടായി. സ്വയരക്ഷയോർത്ത് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു? ആർത്താറ്റ് പള്ളിയിലേക്ക് ഓടിക്കയറി. ടിപ്പു സുൽത്താന്റെ സൈന്യം ഈ ക്രിസ്ത്യാനികളെ പിന്തുടർന്ന് അവരെ വെട്ടിവീഴ്ത്താൻ തുടങ്ങി. ക്രൂരമായ നരഹത്യ കണ്ട് പരിഭ്രാന്തനായ അന്ന് ആർത്താറ്റ് പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു വൃദ്ധ പുരോഹിതൻ, അദ്ദേഹം മദ്ബഹയിലേക്ക് ഓടിക്കയറി. അവിടെ ഒരു സ്വർണ്ണച്ചെപ്പിൽ അടച്ച് വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്നു. ടിപ്പുവിന്റെ സൈന്യം അവിടെ കയറി വിശുദ്ധ കുർബാന നശിപ്പിച്ചു കളയുമോ എന്ന് ഭയന്ന് ആ സാധു പുരോഹിതൻ ആ വിശുദ്ധ കുർബാന മുഴുവൻ സ്വയം എടുത്ത് ഭക്ഷിച്ചു. എന്നാൽ ഈ സ്വയരക്ഷ പോലും കണക്കാക്കാതെ ആ പള്ളിയിലേക്ക് ഓടിക്കയറിയ ആ വൃദ്ധ പുരോഹിതനെ അദ്ദേഹം വിശുദ്ധ കുർബാന ഉൾക്കൊണ്ട് മദ്ബഹയിൽ നിന്നും തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ ആ കത്തനാരെ കൊല്ലൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് മദ്ബഹയിലേക്ക് ഓടിക്കയറിയ ടിപ്പുവിന്റെ പട്ടാളം നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തി. അയാളുടെ ആ വൃദ്ധ പുരോഹിതന്റെ ശിരസ് നിലത്തു വീണുരുണ്ടു. രക്തം വീണ വിശുദ്ധ സ്ഥലം ദിവ്യബലി നടത്താൻ നല്ലതല്ല എന്നുള്ള ഒരു ക്രൈസ്തവ വിശ്വാസപ്രകാരം ഡെസക്രേഷൻ നടന്ന ഒരു സ്ഥലത്ത് കൂദാശകൾ അനുഷ്ഠിക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു അഭിപ്രായം വന്നതിൻ്റെ പേരിൽ ആ പള്ളി പിന്നീട് വിശുദ്ധ കർമ്മങ്ങൾ പരികർമ്മം ചെയ്യാൻ പാടില്ലാത്ത ഒന്നായി മാറി. പക്ഷെ പിന്നീട് ആ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം മുതൽ വിശുദ്ധ മദ്ബഹ വരെയുള്ള സ്ഥലം അതൊരു മരത്തിൻ്റെ തറയാണ്. ആ ഭാഗങ്ങൾ മുറിച്ച് മാറ്റിയതിന് ശേഷം പുതിയ മദ്ബഹ പണിത് അവിടെ സാധാരണ പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആകൃതിയിൽ ഇന്നും ആർത്താറ്റ് പള്ളിയിൽ കാണാവുന്ന ആ മദ്ബഹയിൽ ഇന്നും വിശുദ്ധ ബലി അർപ്പിക്കുകയും ആരാധനാക്രമങ്ങൾ പരികർമ്മം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. 29.3 അടി നീളമുണ്ടായിരുന്ന മദ്ബഹ അതിൽ നിന്നും 9.11 അടിയാണ് ഛേദിച്ചു കളഞ്ഞ് ചെറുതാക്കിയത്. അവിടെയാണ് ഈ വൃദ്ധ പുരോഹിതൻ രക്തസാക്ഷിത്വം വരിച്ചത്. അതുകൊണ്ട് ഇന്ന് ആർത്താറ്റ് പള്ളിയുടെ മദ്ബഹയ്ക്ക് കേവലം 19.4 അടി മാത്രമേ നീളമുള്ളൂ. ടിപ്പു സുൽത്താന്റെ പടനായകർ ആർത്താറ്റ് പള്ളിക്കും വടക്കേ പടിപ്പുര മാളികയ്ക്കും വടക്കോട്ടുള്ള അങ്ങാടിക്കും ചാട്ടുകുളങ്ങര അങ്ങാടിക്കും തീവച്ചു എന്ന് ആർത്താറ്റ് പള്ളിപ്പാട്ടിലും മറ്റ് ചരിത്രരേഖകളിലുമൊക്കെ പറയുന്നുണ്ട്. ആർത്താറ്റ് പള്ളിപ്പാട്ടിൽ ഈ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: ദുഷ്ടരിൽ ദുർഘട മുഖ്യശാൻ മുഹമ്മദ് വേദശ്രേഷ്ഠനാം നൃപൻ ദുഷ്ടൻ പട്ടാണി വന്നു പന്തം കത്തിച്ചു ചുട്ടുപള്ളിയും. ഈ വരികൾ ആർത്താറ്റ് പള്ളിയിൽ ടിപ്പുവിന്റെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അന്ന് രക്തസാക്ഷിത്വം വരിച്ച നസ്രാണി വീരന്മാരുടെ ഓർമ്മയാണ് വൃശ്ചികം 2 നവംബർ മാസം ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ആർത്താറ്റ് പള്ളിയിൽ അന്നീതയായിട്ട് ആചരിച്ചു വരുന്നത്. അന്നേ ദിവസം 5 തരത്തിലുള്ള പലഹാരങ്ങൾ ആ പള്ളിയിൽ വഴിപാടായി വിശ്വാസികൾ കൊണ്ടുവരികയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരാചാരമുണ്ട്. മാത്രമല്ല സന്ധ്യയ്ക്ക് വിളക്കുമണിയായി 19 ഒറ്റമണിയും 1 ഇരട്ടമണിയും 19 അൽമേനികളും ഒരു വൈദികനുമാണെന്ന് രക്തസാക്ഷിത്വം വരിച്ചത്. അങ്ങനെ 19 ഒറ്റമണിയും 1 ഇരട്ടമണിയും അങ്ങനെ 21 മണികൾ മുഴക്കണമെന്നും പൂർവികർ നിശ്ചയിച്ച ആ പതിവ് ഇന്നും തുടർന്നു വരുന്നുണ്ട്. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആർത്താറ്റ് പള്ളിയുടെ ശവക്കോട്ടയിലേക്ക് കൊടിയും കുരിശും പുറപ്പെടുകയും ശവക്കോട്ടയിലും
ആദ്യകാലങ്ങളിൽ മൃതദേഹം സംസ്കരിച്ചിരുന്ന സ്ഥലങ്ങളിലും വാഴ്ത്തിയ വെള്ളം തളിക്കുകയും ചെയ്യുന്ന പതിവും ഇന്നും തുടരുകയാണ്. എങ്കിലും ആർത്താറ്റ് പള്ളിപ്പാട്ടിലെ ചരിത്രം ശരിയല്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന നിരവധി ആളുകളെ, ഒരുപക്ഷെ ചരിത്രകാരന്മാരെ വരെ നമ്മൾ കണ്ടുമുട്ടിയേക്കാം. എങ്കിലും ഇന്നും അവിടെ നിലനിൽക്കുന്ന ഈ ആചാരങ്ങളും പൂർവികരുടെ ഓർമ്മകളെ അനുസ്മരിക്കുന്ന ഇന്നത്തെ തലമുറകളുമെല്ലാം സാക്ഷ്യങ്ങൾ തന്നെയാണ്, ചില സത്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവരെ മറക്കാൻ പാടില്ല. ടിപ്പുവിൻ്റെ മതപരിവർത്തന ശ്രമങ്ങളെയും ക്രൂരതകളെയും കുറിച്ച് സംസാരിക്കുന്നത് അദ്ദേഹത്തോട് എതിർപ്പുണ്ടായിരുന്ന ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ആണ്, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളാണ് എന്നാണ് ഇന്ന് തൽപരകക്ഷികൾ വ്യാഖ്യാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടിപ്പു ഈ നാട്ടിൽ ചെയ്തതെല്ലാം സൽകൃത്യങ്ങളായിരുന്നു എന്നതാണ് അവരുടെ പക്ഷം. ടിപ്പു ഇവിടെ അതിക്രമങ്ങൾ നടത്തിയിട്ടില്ല എന്നും ടിപ്പു മതം മാറ്റങ്ങൾ നടത്തിയിട്ടില്ല എന്നുമൊക്കെയാണ് അവരുടെ വ്യാഖ്യാന ശ്രമങ്ങൾ. പക്ഷെ പ്രിയമുള്ളവരെ, ഇതൊന്നും ഒരു സംഘപരിവാറിൻ്റെ അജണ്ടയോ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരുടെ ഗൂഢതാൽപര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല എന്ന് ഇത്രയും സമയം ഉദ്ധരിച്ച വിവിധങ്ങളായ ചരിത്ര രേഖകളിൽ നിന്ന്, ചരിത്ര സന്ദർഭങ്ങളിൽ നിന്ന്, കത്തുകളിൽ നിന്ന്, ടിപ്പുവിൻ്റെ തന്നെ കത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. യാതൊരുവിധ സംഘപരിവാർ അജണ്ടകളുമില്ലാത്ത ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇത്തരത്തിലുള്ള ചരിത്രരേഖകളെ ഉദ്ധരിച്ച് സംസാരിക്കുന്നതിൻ്റെ നിരവധിയായ തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. നിരവധി വർത്തമാന പത്രങ്ങൾ, ചരിത്രരേഖകൾ, ഡയറി കുറിപ്പുകൾ, യാത്രാ വിവരണങ്ങൾ, ടിപ്പുവിൻ്റെ തന്നെ കത്തുകൾ, ഇങ്ങനെ നിരവധി തെളിവുകൾ നമ്മളുടെ മുൻപിൽ ഇരിക്കുകയാണ്. മാത്രവുമല്ല, നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് ടിപ്പുവിനോട് തന്നെ ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ട മറ്റു ചില സംഭവങ്ങൾ കൂടിയുണ്ട്. ടിപ്പുവിൻ്റെ അതിക്രമങ്ങളിൽ ക്രൈസ്തവരും മറ്റ് തദ്ദേശീയ സമുദായങ്ങളുമൊക്കെ ഇല്ലാതാവുകയോ കാണാതാവുകയോ ഒക്കെ ചെയ്തത് 18-ാം നൂറ്റാണ്ടിലാണല്ലോ. അതൊരൊറ്റപ്പെട്ട സംഭവമാണല്ലോ എന്നൊക്കെ പറയുമ്പോഴാണ് അതിൻ്റെ മുമ്പിലേക്ക് നമ്മൾ മലബാർ കലാപമൊക്കെ എടുത്തു വെക്കുക. മലബാർ കലാപമൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള മതമാറ്റങ്ങൾ ഉൾപ്പെട്ട സംഭവമായിരുന്നില്ല എന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് ധാരാളമായി നടക്കുന്നുണ്ട്. നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റ് ചില സംഭവങ്ങളെ കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 9-ാം നൂറ്റാണ്ടിൽ ടിപ്പുവിൻ്റെ ആഗമനത്തിന് 9 നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്ര വിവരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അത് ശ്രീ ജോൺ കച്ചിറമറ്റമാണ് എഴുതുന്നത്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: 9-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ അധിവസിച്ചിരുന്ന ക്രിസ്ത്യാനികളും ദാരുണമായ പീഡനത്തിനിരയായി. അന്ന് കൊടുങ്ങല്ലൂരിൽ ക്രിസ്ത്യാനികളും യഹൂദരും അറബികളും കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു. മധ്യ പൗരസ്ത്യ ദേശത്തുകൂടിയുള്ള കച്ചവടത്തിന്റെ മേൽക്കോയ്മ അറബികൾക്കായിരുന്നു. വ്യാപാര പ്രശ്നത്തിന്റെ പേരിൽ യഹൂദരും അറബികളും തമ്മിൽ കലഹിച്ചു. ഈ സന്ദർഭത്തിൽ ക്രിസ്ത്യാനികൾ യഹൂദരുടെ പക്ഷത്ത് ചേരുകയാണ് ഉണ്ടായത്. അതോടെ അറബികൾ ക്രിസ്ത്യാനികൾക്കെതിരായി തിരിഞ്ഞു. അറബികൾ ക്രൈസ്തവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ക്രിസ്ത്യാനികളിൽ പലരും കൊടുങ്ങല്ലൂരിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് കുടിയേറി. കൊച്ചി രാജാവിൻ്റെ കീഴിലുള്ള ക്രിസ്ത്യാനികൾ കുരുമുളക് നേരിട്ട് പോർച്ചുഗീസുകാർക്ക് വിറ്റു തുടങ്ങിയത് മുസ്ലിങ്ങളെ ക്ഷോഭിപ്പിച്ചു. അവർ പകവീട്ടിയത് കൊടുങ്ങല്ലൂരിലെ ക്രിസ്ത്യാനികളോടായിരുന്നു. ക്രിസ്ത്യാനികളുടെ ഭവനങ്ങൾ കൊള്ളയടിച്ച് നിരവധി ആളുകളെ അവർ കൊലപ്പെടുത്തി എന്നാണ് ആ ചരിത്ര വിവരണത്തെ ജോൺ കച്ചിറമറ്റം രേഖപ്പെടുത്തി വെക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സംഭവ വികാസങ്ങളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കേരളത്തിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ വിരുദ്ധ മുന്നേറ്റങ്ങൾ ഇസ്ലാമിക മത തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് പല നൂറ്റാണ്ടുകളിലായിട്ടുണ്ടായി. ഇവിടുത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവ വിഭാഗവും ഒരുപക്ഷെ ഭൂരിപക്ഷമെന്ന് കണക്കാക്കാവുന്ന ഹൈന്ദവ മതസമൂഹങ്ങളും ധാരാളമായി ഇസ്ലാമിക അധിനിവേശത്തിന് വിധേയമായിട്ടുണ്ട്. അതൊരു നഗ്ന സത്യമാണ്. ഒരിക്കലും നമുക്ക് തേച്ചു മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ചരിത്രമാണ്. അത്തരം ചരിത്രങ്ങളെ വെല്ലുവിളിക്കുകയും അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ചരിത്രത്തിലേക്ക് മടങ്ങിപ്പോകാൻ അതിവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ സമുദായ അംഗങ്ങളെ നിർബന്ധിക്കുകയാണ് എന്ന് ഇത്തരത്തിൽ തീവ്ര നിലപാടുകൾ എടുക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം കൂടെയാണ് ഇത്. നമ്മൾ ഇന്ന് ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധമായി ടിപ്പു സുൽത്താൻ്റെ ഈ ചരിത്രത്തെ ഓർത്തെടുക്കുമ്പോൾ, ടിപ്പുവിൻ്റെ പടയോട്ടത്തെ ഭയന്ന് കേരളത്തിലും 8 നോമ്പെന്ന് പറയുന്ന ആത്മീയ അനുഷ്ഠാനത്തെ സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഈ ചരിത്രം നമുക്ക് നൽകുന്ന ഒരുപാട് മുന്നറിയിപ്പുകളുണ്ട്, ഒരുപാട് സൂചനകളുണ്ട്. ആ സൂചനകളെയും മുന്നറിയിപ്പുകളെയും ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ ഒരു ക്രൈസ്തവ സമുദായം എന്ന നിലയിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട്.
ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് പക്ഷേ ഒരിക്കലും മുസ്ലിം സമുദായ അംഗങ്ങളെ നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാകരുത്. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് മുസ്ലിം സഹോദരങ്ങൾ തന്നെ പറയാറുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദികൾ ഉണ്ട് എന്ന സത്യത്തെ അംഗീകരിക്കാൻ അവർക്ക് പലപ്പോഴും മടിയുണ്ട്. ആ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ, അത്തരം തീവ്ര നിലപാടുകളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാൻ പൊതുസമൂഹത്തോടൊപ്പം തന്നെ നല്ല മുസ്ലിങ്ങളും ഇറങ്ങി പുറപ്പെടേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. അങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് ജാതി വർഗീയ സംഘർഷങ്ങളില്ലാത്ത സമാധാനപൂർവകമായ ഒരു സാമൂഹിക സഹവർത്തിത്വം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത്, ലോകത്ത് സംജാതമാവുകയുള്ളൂ. എത്രയോ പ്രശ്നകലുഷിതമാണ് ഇസ്ലാമിക അഭയാർത്ഥികൾ കുടിയേറി ചെല്ലുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്നത് വാർത്തകളിലൂടെ നമ്മൾ വായിക്കുകയാണ്. വലിയൊരു സാംസ്കാരിക ശുദ്ധീകരണത്തിന്, മതപരമായ ഒരു ശുദ്ധീകരണത്തിന് ഇസ്ലാമിക സമുദായ അംഗങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. വളരെ ബോധപൂർവം അതിന് പരിശ്രമിക്കുന്നില്ല എങ്കിൽ ഒരു ആധുനിക സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകളുടെയും വളരെ മോശമായ ക്രൂരത നിറഞ്ഞ ചരിത്ര പശ്ചാത്തലങ്ങളുടെയും ഒക്കെ വെളിച്ചത്തിൽ വലിയ കുറ്റപ്പെടുത്തലുകൾക്ക്, വിമർശനങ്ങൾക്ക് നിരന്തരമായി അവർ വിധേയരാകേണ്ടതായി വരും. ഈ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിലേക്ക് നമ്മൾ ഒരുമിച്ച് മുന്നേറുമ്പോൾ, ഈ 8 നോമ്പിൽ ഒരുമിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഇത്തരത്തിൽ നിരവധി പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സഭാസമൂഹങ്ങൾ, ജനസമൂഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്തിന് സമർപ്പിക്കാം. രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരോട് ചേർന്ന് ലോകം മുഴുവനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും സഹിച്ചുകൊണ്ടിരിക്കുന്ന, പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനപദങ്ങളെ ഓർത്ത് ദൈവത്തോട് നമുക്ക് കരുണ യാചിക്കാം. അവിടെ ഇടപെടണമേ എന്ന്, അവരുടെ പീഡകർക്ക് മേൽ കരുണ വർഷിക്കണമേ എന്ന്, മാനസാന്തരത്തിൻ്റെ കൃപ വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്കും അവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. അവരുടെ മാനസാന്തരത്തിൻ്റെ പ്രചോദനമായി തീരാൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള നമ്മുടെ മാധ്യസ്ഥവും കാരണമായി തീരട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. അമ്മ നമുക്ക് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയും പ്രത്യേകിച്ച് പീഡിത സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.